ബ്രസീലിയൻ മോഡലിന് പോലും വോട്ടുള്ള ഒരു ഇന്ത്യ. അതെ, ഇന്ത്യക്കാർ പോലും അല്ലാത്ത ബ്രസീലിയനായ ഒരു യുവതിക്ക് 2024 ഹരിയാനയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ റായ് എന്ന അസംബ്ലിയിൽ 10 ബൂത്തുകളിലായി 22 വോട്ടുകൾ. ഈ യുവതിയുടേതുൾപ്പെടെ 25 ലക്ഷം കള്ള വോട്ടുകൾ ഹരിയാനയിലെ വോട്ടർ പട്ടികയിലുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. 2 കോടി വോട്ടുകളുള്ള ഹരിയാനയിൽ 25 ലക്ഷം കള്ളവോട്ടുകൾ എന്ന് പറയുമ്പോൾ 8ൽ 1 വോട്ട് കള്ളവോട്ടാണെന്ന്. അതിൽ തന്നെ 5 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ. ഒരു വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പല പേരുകളിലായി പല ബൂത്തുകളിൽ 100 കണക്കിന് വോട്ടുകളാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. തിരിച്ചറിയാനാകാത്ത ബ്ലർ ചെയ്ത ഫോട്ടോകൾ ഉപയോഗിച്ച് 1 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. UP-യിലെ BJP ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ 2 പേർക്കും അവരുടെ മക്കൾക്കും ഹരിയാനയിലും വോട്ട്. വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് അവ ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഇങ്ങനെ 25 ലക്ഷം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ട ഹരിയാനയിൽ 3.5 ലക്ഷം അർഹതപ്പെട്ട ആളുകളുടെ വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. വോട്ടർ പട്ടിക മുന്നിൽ വെച്ച് അതിലെ ഓരോ ക്രമക്കേടും അക്കമിട്ട് നിരത്തി 3.5 ലക്ഷത്തോളം വരുന്ന തങ്ങൾക്ക് അർഹതപ്പെട്ട വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ജനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ സിസ്റ്റം തകർക്കപ്പെട്ടു എന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നും.